ഗൂണ്ടാ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ BSP തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം പെരമ്പൂർ BSP ഓഫീസിനോട് ചേർന്ന് സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. BSP ദേശീയ അധ്യക്ഷ മായാവതി ഇന്ന് രാവിലെ 10 മണിയോടെ ചെന്നൈയിലെത്തി ആംസ്ട്രോങ്ങിന് അന്ത്യാഞ്ജലി അർപ്പിക്കും. തമിഴ്നാട്ടിലെ പെരമ്പൂരിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി. ഈ പേരമ്പൂർ എങ്ങനെയാണ് ഈ കൊലപാതകത്തോട് പ്രതികരിച്ചിട്ടുള്ളത്? ജനങ്ങളുടെ പ്രതിഷേധം അവിടെ ശക്തമാണോ? ഗുഡ് മോർണിംഗ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളുള്ളത്. സെന്റ് BM എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഈ ആളുകൾക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നത്. ആദ്യം അയനാവരത്തെ വീട്ടിലേക്ക് എത്തി, അതിനുശേഷമാണ് ഈ പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം 12 മണിക്ക് ശേഷമാണ് ഇവിടേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ 10 മണിയോട് കൂടി മായാവതി BSP ദേശീയ അധ്യക്ഷ മായാവതി എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷമായിരിക്കും സംസ്കാരം സംബന്ധിച്ചുള്ള കൃത്യമായ സമയം നമുക്ക് അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ BSP അതായത് പെരമ്പൂരിലെ BSP ഓഫീസിനോട് ചേർന്ന ഇദ്ദേഹത്തിന് മൃതദേഹം സംസ്കരിക്കണം എന്നുള്ള ഒരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, BSP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ചെന്നൈ കോർപ്പറേഷൻ അത് നിരാകരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, അത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ അത്തരത്തിൽ മൃതദേഹം മറവ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അത് അത്തരത്തിൽ ഒരു അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളത് കോർപ്പറേഷൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആംസ്ട്രോങ്ങിന്റെ ഭാര്യ പുറപ്പെടുകയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ കേസ് ഇന്ന് ഇപ്പോൾ രാവിലെ 8:30 മണിക്ക് കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് A. ഭവാനി സുബ്ബരായനാണ് കേസ് പരിഗണിക്കുക. അപ്പോൾ അതിനുശേഷമായിരിക്കും സംസ്കാരം സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനം, സ്ഥലവും അതുപോലെ തന്നെ സമയം സംബന്ധിച്ചും എന്തായാലും കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ധാരാളം ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ രാവിലെ തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ തന്നെ വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ ആളുകളെയൊക്കെ കൃത്യമായി അറിയുന്ന, ഓരോ ആളുകളെയും കൃത്യമായി അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു കെ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. ദളിത് നേതാവാണ്. അദ്ദേഹത്തിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഈ പെരമ്പൂർ ഈ മേഖല, ഈ SMBM പറയുന്ന മേഖലയൊക്കെ വലിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം ഏകദേശം രാത്രി ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പുതിയ വീട് നിർമ്മാണം നടക്കുകയാണ്. ഈ പെരമ്പൂർ SMBM എന്ന് പറയുന്ന സ്ഥലത്താണ് ആ വീട് നിർമ്മാണം നടക്കുന്നത്. അയനാവരത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അതായത് നിലവിൽ താമസിക്കുന്ന വീട് അയനാവരത്താണ്. ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ നോക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൈകുന്നേരത്തോടു കൂടി ഇവിടേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു വലിയ കൊലപാതകം എന്തായാലും നടന്നിരിക്കുന്നത്. BSP ആണെങ്കിലും BJP ആണെങ്കിലും ഈ കേസ് CBI അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യം നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ ആവശ്യവുമായി അവർ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിൽ കോടതിയെ സമീപിക്കും. BSP തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതിന് കോടതിയെ സമീപിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടാക്രമണമല്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ളതാണ്. പക്ഷേ പോലീസ് എന്തായാലും ഗുണ്ടാക്രമണമാണ്, മുൻപ് നടന്ന 2023 നടന്നൊരു കൊലപാതകത്തിന്റെ പ്രതികാരമായാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംസ്കാരം സംബന്ധിച്ചുള്ള കേസ് എന്തായാലും മദ്രാസ് ഹൈക്കോടതി 8:30 മണിക്ക് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര സ്ഥലവും അതുപോലെ തന്നെ സമയവും കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുക. ഓക്കെ, താങ്ക് യു. തമിഴ്നാട്ടിലെ പെരമ്പൂരിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും മായാവതി ഇന്ന് പെരമ്പൂരിലെത്തുന്നുണ്ട്. വളരെ നടുക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ പരസ്യമായി കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ നടക്കാത്തതെന്ന് നമ്മൾ ആലോചിച്ച് പോകും. കൊല്ലം മിറക്കിൾസ് പറയാം, ഇന്നലത്തെ ഫ്ലവേഴ്സ് ഒരു കൂടി വിത്ത് കോമഡി പൊളിച്ചു കേട്ടോ. ഇത്രയും ചിന്തിക്കാനും ചിരിക്കാനും ഉള്ളതായിരുന്നു ബൈജു അണ്ണൻ. നമ്മൾ പ്രതീക്ഷിച്ചില്ല. ബൈജു അണ്ണൻ ആൾ പൊളിയാ. ബൈജു അണ്ണൻ ഒരു മര്യാദ വേണ്ടേ എന്ന് ചോദിച്ച നടനല്ലേ. അദ്ദേഹം പൊളിയാ, സാധു മനുഷ്യനാകട്ടോ അതൊക്കെ ആണെങ്കിലും. അപ്പോൾ മാത്രമല്ല, അതേസമയം ഈ ജഗദീഷിൻ്റെ ഒരു കോടി വിത്ത് കോമഡിയും ഗംഭീരമായി എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അദ്ദേഹം നന്നായിട്ടത് അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 നമ്മളത് കാണാത്ത പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഫ്ലവേഴ്സിൽ ഇത് സംപ്രേഷണം ചെയ്യും. ഞാൻ ജഗദീഷിനോട് ചോദിച്ചു, താങ്കൾ ഇതിരുന്ന് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധാരണ 10:30 മണിക്ക് രാത്രി കിടന്ന് ഉറങ്ങും, കുറച്ചുകൂടി ഇത് നീണ്ടുപോയെങ്കിലും ഞാൻ മുഴുവൻ കണ്ടിട്ടാണ് ഉറങ്ങിയത്, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, ഇഷ്ടമായി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും ഇഷ്ടമായി എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം. താങ്ക് യു ജഗദീഷ്, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത്രയും നല്ലൊരു വിരുന്നൊരുക്കിയതിൽ.